NCERT 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ SIR ഉൾപ്പെടുത്തി. സാമൂഹിക ശാസ്ത്ര പുസ്തകത്തിലാണ് വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ചുള്ള പാഠഭാഗം ഉൾപ്പെടുത്തിയത്. ഒരു വോട്ടും പുറത്താകാതിരിക്കാനാണ് പരിഷ്കരണം എന്നാണ് വിശേഷണം. ER രാഗേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഇന്നലെ നമ്മൾ കണ്ടതാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് 9ാം ക്ലാസ്സുകാരെ പഠിപ്പിക്കാൻ NCERTയുടെ തീരുമാനം. ഇന്നിപ്പോൾ SIRനെ കുറിച്ച് പഠിപ്പിക്കാനും തീരുമാനം, അതും 9ാം ക്ലാസ്സിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ NCERT ഇത്തരം നീക്കത്തിന് ഒരുങ്ങുന്നത്? സ്വാതി, SIRനെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ തീർച്ചയായും ഉൾപ്പെടുത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പശ്ചിമ ബംഗാളിലും അതിനുമുമ്പ് ബീഹാറിലുമൊക്കെ തന്നെ SIR നടപ്പാക്കിയ രീതി വോട്ട് കൊള്ള എന്നാരോപിച്ചുകൊണ്ട് പ്രതിപക്ഷമടക്കം രംഗത്ത് വന്നിരുന്നതാണ്. മാത്രവുമല്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ യോഗത്തിൽ പോലും കൈക്കൊണ്ടിരുന്ന തീരുമാനം SIR വോട്ട് കൊള്ള തന്നെയാണ്. ചീഫ് ജസ്റ്റിസിന് കത്തയക്കുന്ന നടപടിയിലേക്ക് അടക്കം കടക്കും എന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം പോലും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ NCERTയുടെ പാഠപുസ്തകങ്ങളിൽ 9ാം ക്ലാസ്സിലെ പുസ്തകങ്ങളിൽ SIR ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആണ് വിശദീകരിക്കുന്നത്. കാരണം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കമ്മീഷൻ എങ്ങനെ നടത്തുന്നു, വോട്ടെടുപ്പ്, ഒപ്പം തന്നെ വോട്ട് പേര് ചേർക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് SIRനെ കുറിച്ചും പരാമർശിച്ചിരിക്കുന്നത്. SIR ഒരു വോട്ടും നഷ്ടപ്പെടില്ലെന്ന്, പ്രത്യേകിച്ച് അനർഹർ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കില്ലെന്ന് ഉറപ്പാക്കുക, ഒപ്പം അർഹരായവരുടെ വോട്ട് ഉൾപ്പെടുത്തുക, അതാണ് SIRലൂടെ ലക്ഷ്യമിടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ SIRനെതിരെ വലിയ വിമർശനം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ വോട്ട് കൊള്ളയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നൊക്കെ ആരോപണവും പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ ഇതേ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തുന്നു എന്ന കാര്യം ഉള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുകയും ചെയ്തത്. പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് യോഗേന്ദ്ര യാദവ് അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയതിനല്ല അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. കാരണം ചില BJP നേതാക്കളെങ്കിലും ആദ്യമായാണ് അടിയന്തരാവസ്ഥ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തുന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. പക്ഷേ അത് തെറ്റാണ്. നേരത്തെ തന്നെ UPA സർക്കാരിൻ്റെ കാലത്ത് തന്നെ അടിയന്തരാവസ്ഥ പാഠഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പ്രതികരണമാണ് ഇപ്പോൾ യോഗേന്ദ്ര യാദവ് അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സ്വാതി. ശരി രാകേഷ്, എന്തായാലും ഇത്തരത്തിൽ രാഷ്ട്രീയം പാഠപുസ്തകത്തിലൂടെ ഇങ്ങനെ കടത്തിവിടാനുള്ള ശ്രമം പലതരത്തിൽ നടക്കുന്നുണ്ട്. അതിനെതിരെ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്.